ഹായ്, ഞാൻ ഫസ്റിൻ സലീം, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, മിഷൻ റീഹാബ്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ രക്തപ്രവാഹത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ്. നമ്മുടെ ബ്രെയിനിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇടത് ഭാഗവും വലതു ഭാഗവും. അതിൽ വലതു ഭാഗത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് ശ്രദ്ധ, ഓർമ്മശക്തി മുതലായവയെ ബാധിക്കുന്നു. ഇടത് ഭാഗത്തിനാണ് തകരാറ് സംഭവിക്കുന്നതെങ്കിൽ അത് ഭാഷയെയും സംസാരത്തെയും ബാധിക്കുന്നു. സ്ട്രോക്ക് മൂലം ഉണ്ടാകുന്ന ചില ഡിസോർഡേഴ്സ് ആണ് അഫേസിയ, ഡിസാർത്രിയ, ഡിസ്ഫേസിയ, ഡിസ്ഫേജിയ എക്സെട്ര. ഇതിൽ അഫേസിയ എന്നാൽ ലാംഗ്വേജ് അഥവാ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അഫേസിയ ഉള്ള ഒരു വ്യക്തിക്ക് സംസാരിക്കുവാനും മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കുവാനും പേരുകൾ ഓർത്തെടുക്കാനും എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഡിസാർത്രിയ എന്നാൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളിലെ മസിൽസിന്റെ ബലക്കുറവ് മൂലം സംസാരത്തിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഡിസ്ഫേജിയ എന്നാൽ ഭക്ഷണവും വെള്ളവും ഇറക്കുവാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ചുമ വരിക, ശ്വാസതടസ്സം അനുഭവപ്പെടുക, പൂർണ്ണമായും ഭക്ഷണം ഇറക്കുവാൻ കഴിയാതെ വരിക മുതലായവ. സ്ട്രോക്ക് ബാധിച്ച ഒരു വ്യക്തിക്ക് അവരുടെ ആരോഗ്യനില കുറച്ചൊന്ന് മെച്ചപ്പെട്ടാൽ തന്നെ സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എത്രയും നേരത്തെ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത്രയും ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.